ബിജെപിയും ആർഎസ്എസും അകലുന്നു. കേരളത്തിൽ വലിയ ചുവടുമാറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് ലക്ഷ്യമിട്ട നരേന്ദ്രമോദിയും അമിത്ഷായും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ ആർഎസ്എസ് ശക്തമായ ഭാഷയിൽ ബിജെപി ദേശീയ നേതൃത്വത്തെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചിരുന്നു. അതിൽ പ്രധാനം പ്രതിപക്ഷ പാർട്ടികളെയും നേതാക്കളെയും ശത്രുക്കളെ പോലെ കാണരുതെന്ന വിമർശനമായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് താഴോട്ടേക്ക് പോകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ആർഎസ്എസ് നേതൃത്വം വിമർശിച്ചതോടെ അഭിപ്രായ വ്യത്യാസം പരകോടിയിലാണെന്നത് വ്യക്തമായി. കഴിഞ്ഞ ദിവസം ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് പ്രധാനമന്ത്രിക്കെതിരെ ഒളിയമ്പ് തൊടുത്തിരുന്നു. ചില ആളുകൾ അമാനുഷികരാകാനും പിന്നീട് ഭഗവാനാകാനും ആഗ്രഹിക്കുന്നു. ഭഗവാനായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിശ്വരൂപമാകാനാണ് ആഗ്രഹം. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ലെന്നുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. തന്നെ ഭഗവാൻ അയച്ചതാണെന്ന് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രസംഗിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബിജെപിയും ആർഎസ്എസും തമ്മിൽ അസ്വാരസ്യമുണ്ടെന്ന ആരോപണം നിലനിൽക്കെ ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ തങ്ങൾക്ക് ആർഎസ്എസ് സഹായം ആവശ്യമില്ല എന്ന മട്ടിൽ പ്രസ്താവന ഇറക്കിയതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തുന്നതായി. ബിജെപി ആർഎസ്എസ് അകൽച്ച ദേശീയ തലത്തിൽ ചർച്ചയാകുമ്പോൾ കേരളത്തിലും അതിന്റെ അനുരണനങ്ങൾ പ്രകടമാണ്. ബിജെപി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുതിർന്ന പ്രചാരകൻ K. സുഭാഷിനെ ആർഎസ്എസ് പിൻവലിച്ചത് ദേശീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. സാധാരണ സംസ്ഥാന വാർഷിക സമ്മേളനമായ പ്രചാരക് ബൈഠക്കിലാണ് ആർഎസ്എസ് ഇത്തരം പ്രധാന തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഈ യോഗത്തിലാണ് നേതാക്കൾക്ക് ചുമതലയും നൽകുക. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രത്യേകമായി ആർഎസ്എസ് നേതൃയോഗം വിളിച്ച് സുഭാഷിനെ പിൻവലിച്ചത് ഞെട്ടിക്കുന്ന നീക്കമായിരുന്നു. പകരം ആർഎസ്എസ് ഉത്തര കേരള സഹസമ്പർക്ക പ്രമുഖ എന്ന ചുമതല അദ്ദേഹത്തിന് നൽകി. ബിജെപിയിൽ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാൽ പ്രധാന ചുമതലയാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയുടേത്. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനുമായി സുഭാഷ് കടുത്ത അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. സുരേന്ദ്രൻ അച്ചടക്ക നടപടിയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയ സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ തിരികെ എത്തിച്ചത് സുഭാഷ് ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പല മണ്ഡലങ്ങളിലെയും പ്രവർത്തനത്തിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ശരിവെക്കുന്നതായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കെടുത്ത വിശാല നേതൃയോഗത്തിൽ നിന്നും സുഭാഷിന്റെ അസാന്നിധ്യം. ബിജെപി അടക്കമുള്ള പരിവാർ സംഘടനകളിലേക്ക് സംഘടനാ സെക്രട്ടറിമാരെ നിയോഗിക്കുന്ന ആർഎസ്എസ് പ്രധാനമന്ത്രിയെയും ബിജെപി ദേശീയ നേതൃത്വത്തെയും ഒരു മയവുമില്ലാതെ ആക്രമിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കച്ചിത്തുരുമ്പായി മാറിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ ഒറ്റയ്ക്ക് ഭരിക്കാൻ പോന്ന വലിയ ഒറ്റകക്ഷിയാക്കാതിരിക്കാൻ ആർഎസ്എസ് ചരടുവലികൾ നടത്തിയിരുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.